ഇസ്ലാമോഫോബിയയുടെ അങ്ങേയറ്റത്തു നിന്നാണോ മുൻ മന്ത്രി എ.കെ. ബാലൻ സംസാരിക്കുന്നത്? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമാണ് എ.കെ. ബാലൻ പറഞ്ഞത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എ.കെ. ബാലൻ നൽകിയാലും ഈ പ്രസ്താവന ദുരുദ്ദേശപരമാണ്. ഒന്നാമത് UDFിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു സഖ്യകക്ഷിയല്ല. അത് രാഷ്ട്രീയ പാർട്ടി പോലുമല്ല. തിരഞ്ഞെടുപ്പിൽ പിന്തുണ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പിലെ നടപടികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഷ്ടത്തിനൊത്ത് കൊണ്ടുവന്ന് നടക്കാനും കഴിയില്ല. മാറാട് ആവർത്തിക്കാൻ ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമി മാത്രം മതിയാകില്ല, മറുവശത്ത് RSS ഉണ്ടാകണം. കലാപങ്ങൾ ഉണ്ടാകുന്നത് രണ്ടു വശത്തും ആളുകൾ അണിചേരുമ്പോഴാണ്. ഒരു പക്ഷം കൊണ്ട് മാത്രം കലാപം ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ കലാപം ഉണ്ടാകാനിടയുള്ള ഒരു പക്ഷത്തെക്കുറിച്ച് മാത്രം പറയുകയും മറുപക്ഷത്തെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എ.കെ. ബാലന്റെ പ്രസ്താവന. ഈ പ്രസ്താവനയെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു. LDF കൺവീനർ TP രാമകൃഷ്ണനും അത് ഉൾക്കൊണ്ടില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ.കെ. ബാലന് പിന്തുണ നൽകുകയാണ് ചെയ്തത്. ആ പ്രസ്താവനയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. അതുണ്ടാക്കാൻ പോകുന്ന ആഘാതവും ആകെ പിടിച്ചുലയ്ക്കുന്നതാകും. കേരളം പോലെ ഭൂരിപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും തമ്മിൽ വലിയ അന്തരമില്ലാത്ത സംസ്ഥാനത്ത് ജനതയെ രണ്ടു തട്ടിലാക്കുന്നതാണ് പ്രസ്താവന. പിന്നീട് എത്ര ന്യായീകരിച്ചാലും അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. എ.കെ. ബാലനും ജമാഅത്തെ ഇസ്ലാമിയും മാറാടും. മാറാട് കലാപം എന്നാൽ 5ഉം 9ഉം 14ഉം മരണങ്ങൾ മാത്രമല്ല, പല മതങ്ങൾ ഇടകലർന്നു ജീവിച്ച സമൂഹം പിന്നീട് പല ധാരകളായി പിരിഞ്ഞു എന്നുള്ളത് കൂടിയാണ്. പരസ്പര വിശ്വാസത്തിന്റെ മാനസിക അവസ്ഥയാണ് ആ രണ്ട് കലാപങ്ങളിലൂടെ ഇല്ലാതായത്. കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് തോമസ് പി ജോസഫ് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. മാറാട്ടെ രണ്ടു കലാപങ്ങളും അതത് സംഘടനകളുടെ പ്രാദേശിക നേതൃത്വമെങ്കിലും അറിയാതെ സംഭവിക്കില്ല എന്നായിരുന്നു കമ്മീഷന്റെ പ്രധാന നിഗമനം. രാജ്യാന്തര ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഈ കലാപത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കമ്മീഷൻ എഴുതി വച്ചു. മാത്രവുമല്ല, സമയോചിതമായി ഇടപെടേണ്ട ജില്ലാ ഭരണകൂടം പക്ഷം ചേരുകയും ചെയ്തെന്ന് ഈ കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. വളരെ നിസ്സാരമായ സംഭവത്തിൽ നിന്നാണ് ആദ്യത്തെ കലാപം ആരംഭിക്കുന്നത് എന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. പുതുവർഷ പിറവിയോടനുബന്ധിച്ച് 2001 ഡിസംബർ മാസം 31-നുണ്ടായ ഒരു വാക്കുതർക്കം പോലീസോ പ്രാദേശിക നേതൃത്വമോ ഇടപെട്ടിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ആദ്യ കലാപം നടക്കുന്നത്. 2002 ജനുവരി മാസം 1, 2 തീയതികളിലായിരുന്നു അത്. ഇരു വിഭാഗങ്ങളിൽ നിന്നുമായി 5 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അറസ്റ്റിലായത് 393 പേരാണ്. ഈ സംഭവം ഒരു വിഭാഗത്തിലുണ്ടാക്കിയ അസ്വസ്ഥതകൾ ചിലർ മുതലെടുക്കുകയായിരുന്നു എന്നാണ് കമ്മീഷന്റെ നിഗമനം. അതാണ് രണ്ടാം കലാപത്തിലേക്ക് നയിച്ചത്. നിയമ നടപടികൾ ഊർജിതമാവുകയും ആദ്യ കലാപത്തിലെ ആളുകൾക്ക് പരമാവധി ശിക്ഷ നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ രണ്ടാമത് കലാപം സംഭവിക്കില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ജില്ലാ കളക്ടറായ TO സൂരജും സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സഞ്ജീവ് കുമാർ പട്ജോഷിയും സ്ഥിതിഗതികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ചാണ് ഇത് നടപ്പാക്കിയത്. 8 പേരാണ് 2003 മെയ് മാസം 2-ന് നടന്ന രണ്ടാം കലാപത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിനിടെ അപകടത്തിൽ പരിക്കേറ്റ അക്രമി സംഘത്തിലെ ഒരാളും കൊല്ലപ്പെട്ടു. പോലീസ് സമ്പൂർണ്ണ പരാജയമാണ് എന്നതിന്റെ തെളിവായിരുന്നു രണ്ടാം കലാപം എന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. ദിവസങ്ങൾക്ക് മുൻപേ ആയുധങ്ങൾ ശേഖരിച്ച് കലാപം ആസൂത്രണം ചെയ്തു. പോലീസ് അറിയാതെ പോയത് ഇത് വലിയ വീഴ്ചയാണ്. അക്രമികളെ സംരക്ഷിക്കാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വളഞ്ഞു നിന്നതും ആസൂത്രണത്തിന്റെ വലിയ തെളിവ്. ഇതിനുശേഷമാണ് 2 കേസിലും വിചാരണ നടപടികൾ ത്വരിതപ്പെടുത്തിയത്. 2 കലാപങ്ങളിലായി നിരവധി പേർ ശിക്ഷിക്കപ്പെട്ടു. 2 വർഷത്തെ ശിക്ഷ മുതൽ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിച്ചവരും ഉണ്ടായിരുന്നു. ഈ മാറാട് കലാപം ആവർത്തിക്കും എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: ഒരു സംഘടനയ്ക്ക് മാത്രമായി കലാപം നടത്താൻ കഴിയില്ല എന്ന്. അതിൽ ഒരു സംഘടന മാത്രമായിരിക്കുകയുമില്ല കുറ്റക്കാർ. പിന്നെ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം കുറ്റക്കാരാക്കാൻ കഴിയും? മാറാടാണെങ്കിലും നിലയ്ക്കലാണെങ്കിലും അതേപോലെ തലശ്ശേരി ആണെങ്കിലും ഒക്കെ അതുണ്ടായതൊക്കെ 2 വിഭാഗങ്ങൾ സംഘടിച്ചപ്പോഴാണ്. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ഏകപക്ഷീയമായി ആക്രമിച്ച് ഒരു കലാപവും ഉണ്ടായിട്ടില്ല. ആദ്യം ആക്രമിക്കുന്ന ആളുകളെ രണ്ടാം വിഭാഗം നിയമത്തിന് വിട്ടുകൊടുത്താൽ ഈ സംഘർഷം ഒഴിയും. പക്ഷേ പൊട്ടിത്തെറിയാക്കാൻ സജ്ജമായി നിൽക്കുന്ന സംഘടനകൾ ഉള്ളപ്പോൾ അത് അസാധ്യവുമാണ്. കിട്ടിയാൽ തിരിച്ചു കൊടുക്കുക എന്നതാണ് വർഗീയ സംഘടനകളുടെ രീതി.
നിയമം കയ്യിലെടുക്കുന്നവരാണ് ഈ സംഘടനകൾ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ കലാപം ഉണ്ടാകും എന്ന പറച്ചിൽ പോലും ഉണ്ടാക്കുന്ന അനുരണനങ്ങളുണ്ട്. അത് താങ്ങാൻ ഈ സമൂഹത്തിന് ഇനിയും കെൽപ്പില്ല. UDF വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയാകും ഭരിക്കുക എന്ന വാക്കുകൊണ്ട് AK ബാലൻ എന്താകും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതല്ലാതെ മറ്റൊന്നും അതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയില്ല. വർഗീയമായ ധ്രുവീകരണം ലക്ഷ്യമിട്ടല്ലാതെ അങ്ങനെ ഒരു പ്രസ്താവന സാധ്യമാവുകയുമില്ല. EMS ഒക്കെ കേരളത്തിൽ പണ്ട് ധ്രുവീകരണത്തിന് ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം നേരിടുന്ന ആളാണ്. മലപ്പുറം ജില്ല അനുവദിച്ചതുപോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളതും. പക്ഷേ AK ബാലൻ തുറന്നടിച്ചതുപോലുള്ള പ്രസ്താവനകൾ മുൻപേ നടന്നവർ നടന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി മാത്രം വിചാരിച്ചാൽ ഉണ്ടാകുന്നതല്ല ഒരു കലാപവും. ആഭ്യന്തര വകുപ്പ് സർക്കാരിന് പുറത്തുള്ള ഒരു സംഘടനയ്ക്കും നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ സംഭവിച്ചാൽ നാട്ടിലെ നിയമപരിപാലനം തകർന്നടിഞ്ഞു എന്ന് മാത്രമാണ് അതിനർത്ഥം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ലൈനിൽ ഉൾപ്പെട്ടയാളാണ് AK ബാലൻ. ബ്രണ്ണൻ കോളേജ് കാലത്ത് തന്നെ AK ബാലൻ പിണറായി വിജയനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇവിടെയും രണ്ടുപേരും പരസ്പരം പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു ആലോചിച്ചുറപ്പിച്ച പ്രസ്താവനയല്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നത്. AK ബാലൻ പിന്നീട് വിശദീകരിച്ചെങ്കിലും ഇത്തരമൊരു പ്രസ്താവന ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇത്തരമൊരു പ്രസ്താവനയെ മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വിശദീകരിക്കുന്നതെന്നും ഒന്ന് ചിന്തിച്ചു നോക്കൂ. BJP പക്ഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ CPIM-നെ അലട്ടുകയാണെന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം അന്ന് വന്നത്. അത് പിടിച്ചു നിർത്താനാണ് ന്യൂനപക്ഷ വിരുദ്ധ കാർഡ് ഇറക്കിയതെന്നുമാണ് മാതൃഭൂമിയുടെ നിരീക്ഷണം. ആ പ്രസ്താവന പോകാൻ ഉദ്ദേശിച്ച വഴി ഇതാകണമെന്നില്ല. പക്ഷേ എത്ര സങ്കീർണമായ വഴികളിലൂടെയാണ് ആ പ്രസ്താവന സഞ്ചരിച്ചത് എന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന നിർലോഭമായ പിന്തുണയുടെ പിന്നിലും മറ്റു കാരണങ്ങളില്ല എന്നാണ് തൊട്ടടുത്ത ശ്വാസത്തിൽ മാതൃഭൂമി മുഖപ്രസംഗത്തിൽ എഴുതിയത്. പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് എത്ര വിശദീകരിച്ചാലും കാര്യമില്ല. സ്ഥാപിത താല്പര്യക്കാർ ആ പ്രസ്താവനയെ ഉദ്ദേശിക്കാത്ത തൊഴുത്തുകളിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടാകും. വളരെ ദുർബലമാണ് നമ്മുടെ സാമൂഹിക ഘടന. അതിനെ തകർക്കാൻ ഇത്തരം ചില പ്രസ്താവനകൾ മാത്രം മതി എന്ന ബോധമാണ് ആദ്യം ഉണ്ടാകേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.